നമസ്തേ. ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. അന്വേഷിക്കുന്തോറും ദുരൂഹതകൾ കൂടിക്കൂടി വരുന്ന അഴിയാക്കുരുക്കായി സ്വർണ്ണക്കടത്ത് മാറിക്കഴിഞ്ഞിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. അനധികൃതമായി ഉന്നത പദവി ദുരുപയോഗം ചെയ്ത് നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയതും തുടർന്ന് അന്വേഷണ സംഘങ്ങൾ നടത്തിയ പരിശോധനകളും കണ്ടെത്തലും സിനിമാ കഥയെപ്പോലും വെല്ലുന്നതായിരുന്നു. ശിവശങ്കർ, സ്വപ്ന, സരിത് സംഘം കാലങ്ങളായി എന്തൊക്കെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാകേണ്ടതുണ്ട്. ഏത് രീതിയിലും യാഥാർത്ഥ്യങ്ങൾ മൂടിവെച്ച് ചെയ്ത തെറ്റുകൾ മറ്റാരും അറിയാതെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അഴിമതി നടത്തിയവരും അതിന്റെ പങ്ക് പറ്റിയവരും തുടരുമ്പോൾ അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പങ്കിന് ശക്തമായ തെളിവ് ലഭിച്ചെന്ന് കസ്റ്റംസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി ദുരുപയോഗം ചെയ്ത സംഭവങ്ങളും കസ്റ്റംസ് കണ്ടെത്തിക്കഴിഞ്ഞു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് കസ്റ്റംസ് ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദം ദുരുപയോഗം ചെയ്തതിനൊപ്പം മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പവും ശിവശങ്കർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കള്ളക്കടത്തിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ ബന്ധവും ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും എതിർ സത്യവാങ്മൂലത്തിലുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അറിവുണ്ടായിരുന്ന ഇത്തരം കാര്യങ്ങൾ ശിവശങ്കർ സർക്കാരിനെ അറിയിക്കേണ്ടതായിരുന്നു. കള്ളക്കടത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് എം ശിവശങ്കറെന്നും കസ്റ്റംസ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന ACGM കോടതിയിൽ ആവർത്തിച്ചു. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. ശിവശങ്കർ ചോദ്യം ചെയ്യലിൽ വ്യക്തമായ മറുപടികൾ നൽകാതെ ഒഴിഞ്ഞുമാറുന്നതും ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുന്നതും നേരത്തെയും വിവിധ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശിവശങ്കർ സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രകനാണെന്ന് EDയും കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ ശിവശങ്കറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള നിരവധി പേരുമായി ശിവശങ്കർ ബന്ധം പുലർത്തിയിരുന്നത്രേ. സ്വപ്ന സുരേഷുമൊത്ത് 7 തവണ സ്വകാര്യ വിദേശയാത്രകൾ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിഞ്ഞു. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ശിവശങ്കറിന്റെ പങ്കാളിത്തവും പ്രതികളുമായുള്ള അടുത്ത ബന്ധവും വ്യക്തമാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കിയത്. നിലവിൽ പ്രതിപ്പട്ടികയിലുള്ള സ്വപ്ന, സരിത്ത് തുടങ്ങിയ നിരവധി പ്രതികൾക്കൊപ്പം ഇനി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടേക്കാവുന്ന പലരുമായും ശിവശങ്കറിന് അടുത്ത ബന്ധമാണുള്ളത്. ജാമ്യം ലഭിച്ചാൽ ഉന്നത സ്വാധീനമുള്ള പ്രതി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കും. 7 തവണ സ്വപ്നയുമൊത്ത് ശിവശങ്കർ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും യാത്രകളുടെ മുഴുവൻ ചെലവും വഹിച്ചത് താൻ തന്നെയാണെന്നും ശിവശങ്കർ സമ്മതിച്ചതായും കസ്റ്റംസിന് വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാർ കോടതിയിൽ അറിയിച്ചു. എന്തിനാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും ഈ UAE യാത്രകൾ ദുരൂഹമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദം തകർക്കുന്ന തരത്തിലായിരുന്നു ശിവശങ്കറിന്റെ ഇടപെടൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ് എം ശിവശങ്കറെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇതുവരെ ശിവശങ്കറിനെതിരെ തെളിവുകൾ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടില്ല. മുദ്രവച്ച കവറിൽ നൽകിയതൊന്നും നിർണായക തെളിവുകളല്ലെന്നും ഫോൺ കോൾ വിവരങ്ങൾ രഹസ്യരേഖകളല്ലെന്നും പ്രതിഭാഗം വാദിച്ചു. ശിവശങ്കറിന്റെ മെഡിക്കൽ രേഖകളും അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. 2015 മുതൽ രോഗമുണ്ടെന്ന് പറയുന്നയാൾക്ക് വിദേശയാത്രകൾക്ക് രോഗം തടസ്സമല്ലേ എന്ന് പ്രതിഭാഗം അസുഖവിവരം അറിയിച്ചപ്പോൾ കസ്റ്റംസ് ചോദിച്ചു. എം ശിവശങ്കറിൽ നിന്ന് കസ്റ്റംസ് രേഖപ്പെടുത്തിയ ഏറ്റവും ഒടുവിലത്തെ മൊഴിയും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന ACGM കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. കസ്റ്റംസ് കേസിൽ ശിവശങ്കറിന്റെ റിമാൻഡ് ജനുവരി 12 വരെ കോടതി നീട്ടി. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഉയർന്ന പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്വാധീനം ഉപയോഗിച്ച് അനധികൃതമായി നീക്കം നടത്തുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ പോലും കള്ളം മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതുകൊണ്ട് ജാമ്യം നൽകിയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ടു തന്നെയാണ് എറണാകുളം ACGM കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന 6ാമത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ. സ്വർണ്ണക്കള്ളക്കടത്തിൽ ശിവശങ്കറിന്റെ പങ്കിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ശിവശങ്കറിനെതിരെ കൂട്ടുപ്രതികളുടെ വെളിപ്പെടുത്തൽ ശക്തമാണെന്നും കോടതി പറഞ്ഞു. സ്വർണ്ണക്കടത്തിലുള്ള ശിവശങ്കറിന്റെ പങ്ക് സാഹചര്യ തെളിവുകളിലൂടെ വ്യക്തമാണെന്നും മറ്റു പ്രതികളുടെ മൊഴികൾ കൂടി പരിശോധിക്കുമ്പോൾ കേസിൽ പങ്കില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഔദ്യോഗിക പദവിയും സ്വാധീനവും കള്ളക്കടത്തിന് പ്രതി ഉപയോഗിച്ചെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രസക്തമാണ്. അടുത്ത കാലം വരെ ഉന്നത പദവികൾ വഹിച്ച ശിവശങ്കറിന് അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയും.
ജാമ്യം ലഭിച്ചാൽ പ്രതി അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷിച്ചാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം ACJM കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിക്ക് ഇപ്പോഴും ഗുരുതര രോഗങ്ങളുണ്ടോ എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല. ഇത്രയും അസുഖങ്ങളുണ്ടെന്ന് പറയുന്നയാൾ സർവീസിൽ ഇതുവരെ മെഡിക്കൽ ലീവ് എടുക്കാത്തതും കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണവുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നും അറസ്റ്റ് ഭയന്ന് ആശുപത്രിയിൽ അഭയം തേടിയെന്നുമുള്ള കസ്റ്റംസ് ആരോപണങ്ങളും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിലുണ്ട്. കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായി ശിവശങ്കർ സ്വന്തം ചെലവിൽ നടത്തിയ വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദമായ വാദത്തിനിടെ കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചിരുന്നു. കസ്റ്റംസിന് ഒടുവിൽ ശിവശങ്കർ നൽകിയ മൊഴികൾ കൂടി പരിശോധിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിലെ കസ്റ്റംസ് കേസിൽ ജാമ്യം തേടി ഇനി ഉടനെ ശിവശങ്കർ ഹൈക്കോടതിയിലേക്കില്ല. ED കേസിലെ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷം ഹൈക്കോടതിയെ സമീപിച്ചാൽ മതിയെന്നാണ് M ശിവശങ്കറിന് ലഭിച്ച നിയമോപദേശം. സ്വർണ്ണക്കടത്തിലെ കസ്റ്റംസ് കേസിൽ എറണാകുളം ACJM കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ തള്ളിയിരുന്നു. സാഹചര്യ തെളിവുകൾ വിലയിരുത്തുമ്പോൾ കുറ്റകൃത്യത്തിലെ ശിവശങ്കറിന്റെ പങ്ക് പ്രഥമദൃഷ്ട്യാ വ്യക്തമെന്നും കോടതി വിലയിരുത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിൽ ഹൈക്കോടതി വിധി വരാനിരിക്കെയാണ് കസ്റ്റംസ് കേസിൽ സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം ACJM കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചത്. മേൽക്കോടതി ജാമ്യഹർജി തീർപ്പാക്കുന്നതിന് മുമ്പ് കീഴ്ക്കോടതിയെ സമീപിക്കേണ്ടിയിരുന്നില്ലെന്ന വിലയിരുത്തലിലാണിപ്പോൾ ശിവശങ്കറിനോടടുത്ത നിയമവൃത്തങ്ങൾ. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ തനിക്കെതിരെ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ നൽകിയ കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശിവശങ്കർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിക്ക് തിങ്കളാഴ്ച ED മറുപടി നൽകും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ വാദങ്ങൾ നിലനിൽക്കില്ലെന്ന് ED ചൂണ്ടിക്കാട്ടും. അന്വേഷണം പുരോഗമിക്കുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന വാർത്ത ജിജീഷ് കരുണാകരൻ 1-ാം തീയതി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചു. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് കേരള നിയമസഭാ സ്പീക്കർക്കെതിരെ ഉയരുന്നത്. ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ തങ്ങൾക്ക് കൈമാറിയെന്ന് സ്വപ്നയും സരിത്തും മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. ഡോളർ കടത്ത് കേസിലെ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ പങ്കിനെക്കുറിച്ച് സ്വപ്ന സുരേഷും സരിത്തും കസ്റ്റംസിന് നൽകിയ മൊഴിയുടെയും മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഡോളർ അടങ്ങിയ ബാഗ് UAE കോൺസുലേറ്റിൽ എത്തിക്കാൻ ശ്രീരാമകൃഷ്ണൻ സ്വപ്നയെയും സരിത്തിനെയും ഏൽപ്പിച്ചിരുന്നെന്നാണ് ഇരുവരുടെയും സുപ്രധാന മൊഴി. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് നൽകിയത്. റിവേഴ്സ് ഹവാലയാണ് നടന്നതെന്നും അഴിമതി പണം പ്രമുഖർ ഇത്തരത്തിൽ വ്യാപകമായി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നുമാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കോൺസുലേറ്റ് ജനറൽ ഓഫീസിലെത്തിക്കാൻ ഡോളർ അടങ്ങിയ ബാഗ് നൽകിയത് കസ്റ്റംസിന് സെക്ഷൻ 108 പ്രകാരം നൽകിയ മൊഴിയിലും മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും സ്വപ്നയും സരിത്തും ആവർത്തിക്കുന്നുണ്ട്. പ്രമാദമായ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായ ഡോളർ കടത്തിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഉന്നത വ്യക്തി തന്നെ ഉൾപ്പെട്ടതോടെ വിദഗ്ധ നിയമോപദേശം കൂടി സ്വീകരിച്ചായിരിക്കും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ തുടർ നടപടികൾ. സ്പീക്കർ ഉൾപ്പെടെ പ്രമുഖരായ നിരവധി ആളുകളുടെ പേരുവിവരങ്ങൾ രഹസ്യമൊഴിയിൽ സ്വപ്ന വെളിപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് ഏജൻസികളും തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്തേക്കും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CN രവീന്ദ്രനെ തുടർച്ചയായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഡോളർ കടത്ത് കള്ളപ്പണക്കേസിലെ കൂടുതൽ ഉന്നതരുടെ വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. നാട് ഭരിക്കുന്നവർ, ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നവർ, അവരെ ഉപദേശിക്കുന്നവർ, പ്രതികളുടെ മൊഴിയിൽ പേര് ചേർക്കപ്പെടുന്നവരും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഊഴം കാത്തു നിൽക്കുന്നവരും, ജനങ്ങളെ നയിക്കാൻ ചുമതലപ്പെട്ടവരും കള്ളക്കടത്ത് കേസ് പട്ടികയിൽ ഇടം പിടിക്കുന്നവരും ഒരേ പേരുകാരാവുമ്പോൾ ഇതിൽ പരം ഒരു അധപ്പതനം ഇനി എന്താണ് വരാനുള്ളത്? ഡോളർ കടത്ത് കേസിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് കസ്റ്റംസിന് നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു. നിയമസഭാ സമ്മേളനകാലം ഒഴിവാക്കി സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യും. ഉയർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമൻസ് നൽകണമെന്നാണ് കസ്റ്റംസിന് ലഭിച്ച നിയമോപദേശം. കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ ഹാജരാകാൻ കഴിയുന്ന സൗകര്യപ്രദമായ തീയതി സ്പീക്കർ P ശ്രീരാമകൃഷ്ണന് അറിയിക്കാം. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കുന്നതിന് കസ്റ്റംസിന് യാതൊരു നിയമ തടസ്സവുമില്ല. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കേണ്ട ഭരണഘടനാപരമായ യാതൊരു പരിരക്ഷയും സ്പീക്കർക്കില്ല. ഇതിനേക്കാൾ ഉയർന്ന പദവികളിൽ ഉള്ളവരെ പോലും വിളിപ്പിക്കാൻ തടസ്സമില്ല. നിയമസഭാ ബജറ്റ് സമ്മേളനം ഈ മാസം 8-ന് തുടങ്ങാനിരിക്കെ നിയമസഭാ സമ്മേളനം അവസാനിച്ച ശേഷമായിരിക്കും സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർ കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് ഡോളർ കടത്തിലെ P ശ്രീരാമകൃഷ്ണന്റെ പങ്കാളിത്തം വെളിപ്പെട്ടത്. ഡോളർ അടങ്ങിയ ബാഗ് UAE കോൺസുലേറ്റിലെത്തിക്കാൻ ശ്രീരാമകൃഷ്ണൻ സ്വപ്നയെയും സരിത്തിനെയും ഏൽപ്പിച്ചിരുന്നെന്നാണ് ഇരുവരുടെയും സുപ്രധാന മൊഴി. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് നൽകിയത്.
ഇതേ കാര്യങ്ങൾ തന്നെയാണ് സ്വപ്നയും സരിത്തും മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലുമെന്നാണ് വിവരം. റിവേഴ്സ് ഹവാലയാണ് നടന്നതെന്നും അഴിമതി പണം പ്രമുഖർ ഇത്തരത്തിൽ വ്യാപകമായി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നുമാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സ്പീക്കർക്ക് പുറമെ മറ്റു ചില പ്രമുഖരുടെ പേരുകൾ കൂടി സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നാട് ഭരിക്കുന്നവരും നേതാക്കളും ജനപ്രതിനിധികളും എങ്ങനെയാകരുത് എന്ന് പഠിക്കാൻ വരും തലമുറ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസിൽ ഉൾപ്പെട്ടവരുടെ പട്ടിക പരിശോധിച്ചാൽ മതി. ഇപ്പോഴിതാ കേസിൽ കസ്റ്റംസ് അന്വേഷണം 3 മന്ത്രിമാരിലേക്കും കൂടി നീളുകയാണ്. സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ മന്ത്രിമാരും ഉൾപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസിലെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരാൻ കസ്റ്റംസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ സ്പീക്കറും മന്ത്രിമാരുമടക്കം 6 പ്രമുഖരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്ന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പേരിനൊപ്പം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ പ്രമുഖരുടെ പേരുകളിലാണ് 3 മന്ത്രിമാരുമുള്ളത്. മറ്റൊരു പ്രതി സരിത്തും ഇതിൽ ചിലരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. കസ്റ്റംസ് ആക്ട് സെക്ഷൻ 108 പ്രകാരം നൽകിയിരിക്കുന്ന മൊഴികളായതുകൊണ്ട് നിയമ പിൻബലവുമുണ്ട് മൊഴികൾക്ക്. ഒപ്പം മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴികളിലും ഇതേ കാര്യങ്ങൾ സ്വപ്നയും സരിത്തും ആവർത്തിച്ചതായാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. മന്ത്രിമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിദഗ്ധ നിയമോപദേശം തേടിയിരുന്നു. പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചു കഴിഞ്ഞാൽ 3 മന്ത്രിമാർക്കും സമൻസ് നൽകാനാണ് കസ്റ്റംസിന് ലഭിച്ച നിയമോപദേശം. സ്വർണ്ണക്കടത്ത് കേസിന് അനുബന്ധമായുള്ള ചട്ടലംഘന മതഗ്രന്ഥ വിതരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ.ടി. ജലീലിനെ നേരത്തെ കസ്റ്റംസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഡോളർ കടത്ത്, ഹവാല, കള്ളപ്പണ, കമ്മീഷൻ, UAE കോൺസുലേറ്റിലെ ചിലരുമായുള്ള ദുരൂഹ ബന്ധങ്ങൾ എന്നിവയിലാണ് പ്രമുഖർക്കെതിരായ സ്വപ്നയുടെ മൊഴിയുള്ളത്. ഡോളർ അടങ്ങിയ ബാഗ് ഒരു ഫ്ളാറ്റിൽ വെച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കൈമാറിയെന്ന സുപ്രധാന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ ആഴ്ച തന്നെ സമൻസ് നൽകി നിയമസഭാ സമ്മേളനകാലം ഒഴിവാക്കിയാകും ചോദ്യം ചെയ്യുക. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് പിന്നാലെ 3 മന്ത്രിമാരെ കൂടി കസ്റ്റംസ് ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ ഇതിന് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും നന്നായി വിയർക്കും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഭരണഘടനാ പരിരക്ഷയുയർത്തി ഇതിനെ ചോദ്യം ചെയ്യാനും കഴിയില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശബ്ദ സന്ദേശങ്ങളും എല്ലാം അടിസ്ഥാനമാക്കിയാണ് അന്വേഷണ സംഘങ്ങളുടെ നീക്കങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയവരെ കണ്ടെത്തിയ വാർത്ത ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ ആർ രാജീവ് പ്രേക്ഷകരിൽ എത്തിച്ചു. പഞ്ചാബിലെ ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് സ്വപ്നയ്ക്ക് വ്യാജ ബിരുദം നൽകി സഹായിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തതിന് പ്രതിഫലമായി 1 ലക്ഷം രൂപയാണ് സ്വപ്ന നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് IT വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ നിയമനം നേടിയത് വ്യാജ ബിരുദം ഉപയോഗിച്ചാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നിക്കൽ സർവകലാശാലയുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ ശേഷം ഇതിന്റെ തെളിവുകളും പുറത്തുവന്നതോടെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പഞ്ചാബിലെ ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് ഇത് വ്യാജമായി നിർമ്മിച്ചു നൽകിയതെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിച്ചിരുന്ന എഡ്യൂക്കേഷൻ ഗൈഡൻസ് എന്ന സ്ഥാപനം വഴി 2017 സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത്. 1 ലക്ഷത്തോളം രൂപ സ്വപ്ന ഇതിനായി നൽകിയെന്നും പോലീസ് കണ്ടെത്തി. സ്ഥാപനത്തിന്റെ ഉടമകൾക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ സ്വപ്നയുടെ അറസ്റ്റ് നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സർക്കാരിലെ ഉന്നതരുടെ അറിവോടെയാണ് ലക്ഷങ്ങൾ മാസം ശമ്പളം നൽകി സ്വപ്നയെ നിയമിച്ചതെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യാജബിരുദവും അഴിമതിയും കള്ളക്കടത്തും അധികാര ദുർവിനിയോഗവും ഓരോന്നോരോന്നായി യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. മാസങ്ങൾ നീണ്ട തലനാരിഴകീറിയുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം കേസിൽ NIA കുറ്റപത്രം ഒരുങ്ങുകയാണ്. കേസിൽ ഈ ആഴ്ച തന്നെ കുറ്റപത്രം സമർപ്പിക്കും. തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ വരെ ലഭിച്ച സുപ്രധാന വിവരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയാവും NIA കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. NIA കേസുകളിൽ പ്രതികൾ അറസ്റ്റിലായി 180 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. ജൂലൈ 11 സ്വർണ്ണക്കടത്ത് കേസിലെ ആദ്യ അറസ്റ്റ് NIA രേഖപ്പെടുത്തുന്നത്. NIA കേസ് ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ ബംഗളൂരുവിൽ നിന്നും മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും പിടിയിലായിരുന്നു. ഇതുവരെ 30 പ്രതികളെ അറസ്റ്റ് ചെയ്ത NIA നിരവധി ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു. UAE-യിൽ നിന്ന് സ്വർണ്ണക്കടത്തിലെ വിദേശത്തെ ആസൂത്രകൻ റബിൻസ് ഹമീദിനെ കേരളത്തിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനും NIA-ക്ക് കഴിഞ്ഞു. 180 ദിവസത്തിനു ശേഷവും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കസ്റ്റംസ് കൊഫേപ്പോസ് ചുമത്തിയ പ്രതികൾ ഒഴികെയുള്ളവർ സ്വാഭാവിക ജാമ്യം നേടുന്ന സാഹചര്യമുണ്ടാകും. ഇത് കേസന്വേഷണത്തെ ബാധിക്കാതിരിക്കാനാണ് ഈ ആഴ്ച തന്നെ NIA കുറ്റപത്രം കൊച്ചി പ്രത്യേക NIA കോടതിയിൽ സമർപ്പിക്കാനൊരുങ്ങുന്നത്. വിദേശത്തുള്ള ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ള ഏതാനും പേർ ഇനിയും കേസിൽ പിടിയിലാകാനുണ്ട്. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളിലെ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരുടെ ശബ്ദ സന്ദേശങ്ങളുടെ ആധികാരികത NIA-ക്ക് വേണ്ടി സീഡാക്കിലെ സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കുകയാണ്.
പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ വെച്ച് CDAC സാങ്കേതിക വിദഗ്ധർ ശേഖരിച്ചിരുന്നു. ഈ ശബ്ദരേഖകളും കോടതിയിൽ പ്രധാന തെളിവാകും. ഇതിനിടെ കേസിലെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച NIA കോടതി പരിഗണിക്കും. NIA കോടതി നൽകിയ 12 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന NIAയുടെ ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. ഡോളർ കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ ഡ്രൈവർമാരെയും കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യും. ഡോളർ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോയെന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണൻ നാളെ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസുകളിൽ പങ്കാളിത്തം സംശയിക്കുന്ന UAE കോൺസുലേറ്റ് ജനറലിന്റെയും അറ്റാഷയുടെയും ഡ്രൈവർമാരെയാണ് ചോദ്യം ചെയ്യുന്നത്. വിദേശത്തേക്ക് കടത്തുന്നതിന് ഡോളറുകൾ പലപ്പോഴും ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയതെന്ന സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിലെ ഡ്രൈവർമാരെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. കോൺസുൽ ജനറലും അറ്റാഷയും ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്ത് നടത്തിയ കൂടിക്കാഴ്ചകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ചാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. ഒപ്പം ഡോളർ കടത്തിനെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നോ എന്നും തിരക്കും. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ കസ്റ്റംസ് നാളെ ചോദ്യം ചെയ്യും. കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറിൽ നിന്ന് നേരത്തെയും കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ചൊവ്വാഴ്ചത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെ സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ള നീക്കങ്ങളും കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിലെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ NIA കോടതി 12 പേർക്ക് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കള്ളക്കടത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും വാർത്തയ്ക്കിടെ ഉള്ളുപൊള്ളിച്ച സംഭവവും നമ്മുടെ നാട്ടിലുണ്ടായി. മനസ്സിൽ ഇപ്പോഴും നീറി നിൽക്കുന്നത് 2 ജീവനുകൾ പച്ചയ്ക്ക് കത്തിയമരുന്ന ദൃശ്യങ്ങളാണ്. കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയോടെ, ആശങ്കയോടെ, മറ്റു വഴിയില്ലാതായ സാഹചര്യത്തിൽ ആത്മഹത്യയ്ക്കൊരുങ്ങി നിൽക്കുന്ന നെയ്യാറ്റിൻകരയിലെ രാജൻ അമ്പിളി ദമ്പതികൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുടിയൊഴിപ്പിക്കാൻ വന്ന പോലീസ് സംഘം. അരമണിക്കൂർ സമയം കൂടി തരൂ എന്ന് അപേക്ഷിച്ചിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ പോലീസിന് മുമ്പിൽ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് തയ്യാറായി നിന്ന 2 പേർ. നിമിഷനേരം കൊണ്ട് കത്തിപ്പടരുന്ന കാഴ്ച. അനാഥമാക്കപ്പെട്ട 2 കുട്ടികളുടെ അവസ്ഥയും അതേ പൊള്ളലോടെയാണ് നമ്മൾ കണ്ടത്. ഈ മാസം 22-ന് കുടിയൊഴിപ്പിക്കലിനിടെയാണ് ഗ്രഹനാഥനും വീട്ടമ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നെയ്യാറ്റിൻകര ലക്ഷം വീട് കോളനിയിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് രാജനും കുടുംബവും താമസിക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കാനായി പോലീസ് വീട്ടിലെത്തിയപ്പോൾ രാജൻ ഭാര്യയെ ചേർത്തു പിടിച്ചുകൊണ്ട് ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചു. താൻ തീ കൊളുത്തിയിട്ടില്ലെന്നും അടുത്തുണ്ടായിരുന്ന പോലീസുകാരൻ കൈകൊണ്ട് ലൈറ്റർ തട്ടി മാറ്റുന്നതിനിടെ തീ പടരുകയായിരുന്നുവെന്നും രാജൻ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. കലചായ്ക്കാൻ ഒരിടമില്ലാതെ ആകെ മാനസിക സ്വർണ്ണ കെട്ടിയതിന് അവിടെ ചേർത്ത് പെട്രോൾ ഒഴിച്ച് ഇവരെങ്ങനെയെങ്കിലും അവരൊന്ന് മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ പോലീസുകാരൻ ഓടി വന്ന് കത്തിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഈ സിഗരറ്റ് ലാമ്പ് അയാളാണ് പിടിച്ച് തള്ളി ഇത്രയും തീ കത്താനുള്ള കാരണം. പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് രാജന്റെ മക്കൾ ആവശ്യപ്പെട്ടു. ലൈറ്റർ ആദ്യം ഇങ്ങനെ കത്തിച്ച് ചെറുതായിട്ട് കത്തി ഉടൻ തന്നെ അച്ഛൻ തറയിൽ കൈ ഉരച്ച് അണച്ച് ആ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ എന്നിട്ട് ആ പോലീസുകാരൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരടി. അങ്ങനെയാണ് ലൈറ്ററും കത്തിയത്. പോലീസുകാരൻ ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മ ഇപ്പം രക്ഷപ്പെട്ട് കിട്ടാനും നമുക്ക് വേറെ ആരുമില്ല, വേറെ നിവൃത്തിയൊന്നുമില്ല നമുക്ക്. ആ പോലീസുകാരിങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ ഇപ്പം ഒരു കുഴപ്പമില്ലാതിരിക്കുക. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് രാജൻ മരിച്ചത്. 75% പൊള്ളലേറ്റ രാജൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു കുടുംബം. 2 മക്കളെയും മാനസികാസ്വാസ്ഥ്യമുള്ള ഭാര്യയെയും കൊണ്ടുപോകാൻ ഇടമില്ലാതെ മുമ്പിൽ ഇരുട്ടുമാത്രം നിറയുന്ന നിമിഷത്തിൽ കേണപേക്ഷിക്കുന്നയാൾ കത്തി തുടങ്ങുമ്പോൾ അത് കെടുത്താൻ പോലീസ് സ്വീകരിച്ച തികച്ചും അശാസ്ത്രീയമായ രീതി. ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിന് മേൽ കൈകടത്തിയതാണ് ആ മനുഷ്യനെ ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് നയിച്ചത് തന്നെ. അച്ഛൻ മരിച്ചതറിഞ്ഞ് അച്ഛന് കുഴിവെട്ടുന്ന മകൻ. എല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. പോലീസ് അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് വിവാദമായതോടെ
അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്ക് നൽകുകയും ചെയ്തു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നെയ്യാറ്റിൻകര രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾക്ക് സർക്കാർ ധനസഹായം നൽകാൻ തീരുമാനിച്ചത്. 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകാനാണ് തീരുമാനം. രഞ്ജിത്ത്, രാഹുൽ എന്നിവരുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുമെന്നും കെ ശൈലജ പറഞ്ഞു. കുടുംബത്തിനാവശ്യമായിട്ടുള്ള അടിയന്തര ധനസഹായം എന്നുള്ള നിലയിൽ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അത് പൂർത്തിയാക്കാൻ അവന് എത്ര വരെ പഠിക്കാൻ കഴിയും അത്രയും പഠിക്കാനുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ധനസഹായം മാത്രം നൽകി കുടുംബത്തെ ഒഴിവാക്കാനുള്ള ശ്രമമാണോ ഇതെന്നും ആക്ഷേപമുണ്ട്. ഇരുവർക്കും വീട് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനിയും വൈകും. കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചത്. തർക്കഭൂമിയിലെ ഉടമസ്ഥാവകാശമടക്കം ചർച്ച ചെയ്ത ശേഷമാകും കൂടുതൽ നടപടി. അതേസമയം ഇരുവരുടെയും മരണത്തിൽ പോലീസ് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് മെല്ലെപ്പൊക്ക് വിവാദമായതോടെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകി. ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകി DGP ഉത്തരവിറക്കി. ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് അറിയുന്നത്. നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കലിനിടെ തീകൊളുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയത്. ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ പോലീസിന് പങ്കുണ്ടെന്ന് മരിച്ച ദമ്പതികളുടെ മക്കളായ രാഹുലും രഞ്ജിത്തും ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേസ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് സുതാര്യമല്ലെന്ന് കണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റിന് അന്വേഷണ ചുമതല നൽകി ഉത്തരവിറക്കിയത്. ദമ്പതികളെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിഷയത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് SP-ക്ക് റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട്. പോലീസിന്റെ അനാവശ്യ തിടുക്കം ആത്മഹത്യക്ക് വഴിവെച്ചെന്നും അനുനയ നീക്കമുണ്ടായില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ഉള്ളതായാണ് വിവരം. ഇത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചത്. തലചായ്ക്കാനിടമില്ലാത്ത ദരിദ്ര സാഹചര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ ഇത്തരത്തിലാണോ കുടിയൊഴിപ്പിക്കേണ്ടത്? അവരോട് ഈ സമീപനമാണോ പുലർത്തേണ്ടത്? നിയമങ്ങളും സർക്കാരും ജനപ്രതിനിധികളുമൊക്കെ സാധാരണ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവുമാണ് കാക്കേണ്ടത്. അതിനുവേണ്ടിയാണല്ലോ നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് അച്ഛനെ ഇറക്കി ആ നിമിഷം വീടൊഴിയാൻ ഭീഷണിപ്പെടുത്തുന്ന പോലീസിനെ കാണുന്ന കുട്ടികൾ, അച്ഛനും അമ്മയും ജീവനോടെ കത്തിയമരുന്നത് കാണേണ്ടി വരുന്ന 2 കുട്ടികൾ, അച്ഛനും അമ്മയ്ക്കും കുഴിവെട്ടേണ്ടി വരുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, അവരുടെ സങ്കടത്തിന് മുമ്പിൽ തലകുനിക്കാനല്ലാതെ നമ്മുടെ ഭരണകൂടത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്തേ.